സത്യം പറയാലോ, സപ്പോർട്ട് ചെയ്യുന്ന ടീം തോറ്റിട്ടും ഒരുപാട് അഭിമാനം തോന്നുന്ന വളരെ അപൂർവമായ ഒരു ഫീലിംഗിലൂടെയാണ് ഞാനിപ്പോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് നാളുകളായിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ടീമുകളും എന്റെ മെന്റൽ ഹെൽത്തിനെ താറുമാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് ഇന്ത്യയുടെ സീനിയർ വുമൻസ് ടീം അവരുടെ ആദ്യ AFC ഏഷ്യൻ കപ്പ് മത്സരത്തിൽ വിയറ്റ്നാമിനോട് തോറ്റെങ്കിലും ആ ഒരു പെർഫോമൻസിൽ നമ്മൾ ഒരുപാട് അഭിമാനം കൊള്ളേണ്ടിയിരിക്കുന്നു. അടുത്ത വർഷം ബ്രസീലിൽ നടക്കുന്ന വുമൻസ് വേൾഡ് കപ്പിലേക്കുള്ള ഒരു ക്വാളിഫിക്കേഷൻ റൂട്ടാണ് ശരിക്കും ഈ ടൂർണമെന്റ്. നമ്മുടെ ടീം അവിടെ എത്തിയാലും എത്തിയില്ലെങ്കിലും അവർ ഈ ടൂർണമെന്റിൽ കളിക്കാൻ പോകുന്ന ഓരോ മിനിറ്റും നമ്മൾ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യണം. പ്രതികൂലമായ സാഹചര്യങ്ങളെ നേരിട്ടാണ് ഈ ഒരു ടീം ഈ ഒരു സ്റ്റേജ് വരെ എത്തിയിട്ടുള്ളത്. ഇതിനു മുമ്പ് ഇന്ത്യയിലെ AFC ഏഷ്യൻ കപ്പ് നടന്നപ്പോൾ ആ കോവിഡ് ഔട്ട് ബ്രേക്ക് മൂലം നമുക്ക് ഒരു മാച്ച് ഡേ സ്ക്വാഡിന് വേണ്ട അത്രയും പ്ലേയേഴ്സിനെ ടീമിൽ നെയിം ചെയ്യാൻ പോലും പറ്റിയില്ല. അതോടുകൂടി നമ്മുടെ ആ ടൂർണമെന്റ് അവസാനിക്കുകയും ചെയ്തു. അതൊക്കെ പോട്ടെ, ഈ വർഷം ഓസ്ട്രേലിയയിൽ നടക്കുന്ന ഈ ടൂർണമെന്റിന് മുന്നോടിയായിട്ട് എന്താണ് സംഭവിച്ചത്? നമ്മുടെ നിർഗുണനായ AFF പ്രസിഡന്റും അതിന്റെ തലപ്പത്തിരിക്കുന്ന ആരൊക്കെ തന്നെയായാലും അവന്മാരെ കൊണ്ടൊന്നും കറക്റ്റ് സൈസിലുള്ള ഒരു ട്രെയിനിങ് ജേഴ്സി പോലും ഈ 26 പ്ലെയേഴ്സിന് ആ ടൂർണമെന്റിന് മുന്നോടിയായിട്ട് ടൈമിൽ എത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നിട്ടും അവർ ഇങ്ങനത്തെ പെർഫോമൻസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും സല്യൂട്ട് അവർ അർഹിക്കുന്നു. അവരെ കുറിച്ച് നമ്മൾ സംസാരിച്ചേ പറ്റൂ. ഈ മത്സരത്തിൽ വിയറ്റ്നാം ആദ്യ ഗോൾ അടിച്ചതിന് ശേഷം സെക്കൻഡ് ഹാഫിൽ നമ്മളൊരു കംബാക്ക് നടത്തി. എന്നിട്ട് കളിയുടെ അവസാന മിനിറ്റുകളിലാണ് നമ്മൾ ആ രണ്ടാമത്തെ ഗോൾ വഴങ്ങി തോൽവി ഏറ്റുവാങ്ങുന്നത്. ഞാൻ പറഞ്ഞല്ലോ, റിസൾട്ട് എന്ത് തന്നെ ആയിക്കോട്ടെ അതല്ല ഇവിടെ പ്രധാനം. ഈ ഒരു ടീം കാണിച്ച ക്യാരക്ടറും ഫൈറ്റിംഗ് സ്പിരിറ്റുമാണ് നമ്മൾ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യേണ്ടത്. എന്നാ പിന്നെ ഞാൻ ഒട്ടും നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഇന്ത്യൻ വുമൻസ് ടീമിന്റെ AFC ഏഷ്യൻ കപ്പിലെ ആദ്യ മത്സരത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയ 3 കാര്യങ്ങളിലേക്ക് കിടക്കാം. ഈ ഒരു ടൂർണമെന്റിന് മുന്നോടിയായിട്ട് ഓബ്വിയസ്ലി ഒരു വലിയ വാർത്ത അത് അമേലിയ വാൽവെർഡെ നമ്മുടെ കോച്ചായിട്ട് വരുന്നത് തന്നെയായിരുന്നു. ക്രിസ്പിൻ ജേത്രിയാണ് നമ്മളെ ക്വാളിഫയറിൽ നയിച്ചത്. ആ തായ്ലൻഡിനെതിരെയുള്ള ഒരു ജയത്തിലൂടെ നമ്മൾ ഇവിടെ എത്തി. അതിന് മുന്നോടിയായിട്ട് ഇങ്ങനെ ഒരു അപ്പോയിന്റ്മെന്റ് വന്നപ്പോൾ ശരിക്കും അതൊരു വലിയ വാർത്ത തന്നെയായിരുന്നു. കാരണം വാൽവെർഡെ ഓബ്വിയസ്ലി കോസ്റ്ററിക്കാനെ വേൾഡ് കപ്പിൽ ഒരു അൺഫാൻസീഡ് നേഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അവരെ തീർച്ചയായിട്ടും വേൾഡ് കപ്പിൽ എത്തിച്ചൊരു കോച്ചാണ്. അപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് അടുത്ത വേൾഡ് കപ്പിലേക്കുള്ള ഒരു ക്വാളിഫിക്കേഷൻ റൂട്ടാണ്. ആൻഡ് ഉറപ്പായിട്ടും പറയാം, നമ്മുടെ മെൻസ് ടീം ഒരു പക്ഷേ വേൾഡ് കപ്പ് കളിക്കുക എന്നുള്ള പ്രതീക്ഷയെക്കാളും ഒരു 10, 20, 30, 40, 50 ഇരട്ടി പ്രതീക്ഷ നമുക്ക് നമ്മുടെ വുമൻസ് ടീമിലുണ്ട്. അപ്പോൾ ഈ ഒരു ക്വാളിഫിക്കേഷനെ കുറിച്ചൊരു വലിയ ധാരണയുള്ള ഇങ്ങനെ ഒരു ഫേസിനെ നല്ലോണം നാവിഗേറ്റ് ചെയ്തിട്ടുള്ളൊരു കോച്ച് വന്നപ്പോൾ പേഴ്സണലി എൻ്റെ പ്രതീക്ഷകൾ ഒരുപാട് തന്നെയായിരുന്നു. ആൻഡ് ഈ ഒരു മത്സരത്തിലും വാൽവെർഡെ എടുത്ത ഒരുപാട് തീരുമാനങ്ങൾ വളരെ മികച്ചതായിട്ട് തന്നെ എനിക്ക് തോന്നി. കളിയുടെ തുടക്കത്തിൽ നമുക്കറിയാം മനീഷ കല്യാൺ കുറച്ചുകൂടെ ആ ഒരു വൈഡ് റോളിലാണ് കളിച്ചത്. പിന്നീട് വിയറ്റ്നാം ആ ഗോളൊക്കെ അടിച്ചതിന് ശേഷം സെൻട്രലി മനീഷ കല്യാൺ വരുന്നൊരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു. അത് തീർച്ചയായിട്ടും വിയറ്റ്നാമിന്റെ ഡിഫൻസിന് ഒരു നല്ല ഫിസിക്കൽ ബാറ്റിൽ നൽകി. നമ്മുടെ ഷേപ്പ് തന്നെ മൊത്തത്തിലൊന്ന് മാറി. ആ പ്യാരിസാസ വൈഡിലോട്ട് പോയി. അതുപോലെ തന്നെ ദങ്മേ ഗ്രേസ് ഈ മനീഷ ഫ്രണ്ടിലോട്ട് വന്ന പുള്ളിക്കാരിയും കുറച്ച് വൈഡ് റോളിൽ കളിച്ചു. അങ്ങനെ ഒരു ടാക്ടിക്കൽ ഫ്ലെക്സിബിലിറ്റി വാൽവെർഡെ ഈ മത്സരത്തിൽ കൊണ്ടുവന്നു. പിന്നീട് ഹാഫ് ടൈമിൽ 2 വളരെ ബോൾഡായ തീരുമാനങ്ങളാണ് വാൽവെർഡെ എടുത്തത്. ദങ്മേ ഗ്രേസിനെയും സൗമ്യ ഗുഗ്ലോത്തിനെയും വലിച്ചിട്ട് അവിടെ റിംപ ഹൽദറിനെയും അതുപോലെ തന്നെ മേഘാലയയിൽ നിന്ന് ആദ്യമായിട്ട് വുമൻസ് നാഷണൽ ടീമിൽ കളിക്കുന്ന സൻഫിദ നോങ്റൂം ഈ 2 താരങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആൻഡ് ആ ഒരു VAR ഡിസലോ ചെയ്ത ഗോളിന് ശേഷം നമ്മൾ ആ ഈക്വലൈസർ കണ്ടെത്തിയതും ഈ 2 താരങ്ങളുടെ ആ ഒരു നീക്കത്തിൽ നിന്ന് തന്നെയായിരുന്നു. തീർച്ചയായിട്ടും റിംപ ഹൽദർ അവിടെ ആ ഡിഫൻഡറിന് നല്ല പ്രഷർ കൊടുത്തു. ഡിഫൻഡർ ബാക്ക് പാസോ ക്ലിയറൻസോ എന്തോ ചെയ്യാൻ ശ്രമിച്ച് കറക്റ്റ് ആ ബോള് നോങ്റൂങ്ങിലേക്ക് എത്തുന്നു. പുള്ളിക്കാരി അടിപൊളിയായിട്ട് ആ ബോൾ ഫിനിഷ് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് പ്രതീക്ഷ നൽകിയ ഡെബ്യൂവിൽ തന്നെ സൻഫിദ നോങ്റൂം ഗോൾ നേടുന്നു. ഇന്ത്യയുടെ ഈ AFC ഏഷ്യൻ കപ്പിലെ ആദ്യ ഗോള് ഈക്വലൈസർ. ശരിക്കും ഒരു കംബാക്കിനുള്ള ഒരു സ്റ്റേജ് സെറ്റ് ചെയ്തൊരു ഗോള്. ആ ഒരു ഗോള് വന്നത് വാൽവെർഡെയുടെ ആ ഒരു തീരുമാനത്തിൽ തന്നെയാണെന്ന് നമുക്ക് പറയാം. അങ്ങനെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു തുടക്കം തന്നെയാണ്. റിസൾട്ട് ഓബ്വിയസ്ലി പുള്ളിക്കാരിക്ക് അറിയാം ഈ ഒരു മത്സരത്തിൽ റിസൾട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അറ്റ്ലീസ്റ്റ് ഒരു ഡ്രോ എങ്കിലും നമ്മൾ പിടിക്കേണ്ട ഒരു മത്സരമായിരുന്നു ടെക്നിക്കലി. ബിക്കോസ് ആ ഒരു കോച്ചിനറിയാം ലൈക്ക് പുള്ളിക്കാരിനെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് ഈ ക്വാർട്ടർ ഫൈനലിൽ എത്തുക, ആ ഒരു സ്പോട്ടിലേക്കൊക്കെ വരിക എന്നുള്ള ഒരു മിഷനോട് കൂടി തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും റിസൾട്ട് നമ്മുടെ ഫേവറിൽ അല്ലെങ്കിലും ഒരുപാട് പോസിറ്റീവ് ഇങ്ങനത്തെ ലൈക്ക് ഒരു കോച്ച്, ഒരു പ്രൊആക്റ്റീവ് ആയിട്ടുള്ള കോച്ച്, അങ്ങനത്തെ ഒരു കോച്ചാണ് അമേലിയ വാൽവെർഡെ. ഒരിക്കലും ഒരു റിയാക്റ്റീവ് അല്ല. എന്തെങ്കിലും സംഭവിച്ചിട്ട് അതിനെതിരെ റിയാക്ട് ചെയ്യാതെ കാര്യങ്ങൾ സംഭവിക്കാൻ വേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള ഒരു കോച്ചാണ്. ആകെക്കൂടെ എനിക്കൊരു പേടി തോന്നിയത് ആ ഒരു ഹൈലൈൻ കളിച്ചപ്പോഴാണ്. കാരണം
പല സിറ്റുവേഷനുകളിലും നമ്മൾ ഫസ്റ്റ് ഹാഫിലും പിന്നീട് സെക്കൻഡ് ഹാഫിലും ഒക്കെ നമ്മൾ കണ്ടതാണ്. വിയറ്റ്നാം ഒരുപാട് റണ്ണുകൾ ഇങ്ങോട്ട് മേക്ക് ചെയ്തു. ഫസ്റ്റ് ഹാഫിൽ കുറേ പ്രാവശ്യം നമ്മൾ നല്ലോണം ആ ഒരു ഓഫ് സൈഡ് ട്രാപ്പൊക്കെ വെച്ച് അവർ ഒരുപാട് തവണ ഓഫ് സൈഡിൽ കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും 1-2 തവണ അവർ ആക്ച്വലി നമ്മുടെ ഡിഫൻഡേഴ്സിൻ്റെ പിന്നിലോട്ടുള്ള ഓവർ ദ ടോപ്പ് ബോളൊക്കെ വന്നപ്പോൾ നല്ല റണ്ണുകളൊക്കെ മേക്ക് ചെയ്തു. അപ്പോൾ ആ ഒരു റിസ്ക് എപ്പോഴും ഒരു ഹൈ ലൈനിലുണ്ട്. അപ്പോൾ ഇനിയുള്ള മത്സരങ്ങളിൽ അങ്ങനെ ഒരു സ്ട്രാറ്റജി പുള്ളിക്കാരി ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. ഈ ഒരു മത്സരത്തിൽ ശരിക്കും അങ്ങനെ ഒരു പോസിറ്റീവ് ഇൻറ്റൻറ്റ് കാണിച്ചത് വളരെ നല്ല കാര്യമാണ്. കാരണം ഈസി തിങ് എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഇവിടെ ഒരു 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 ഡിഫെൻസീവ് മൈൻഡഡ് അപ്രോച്ചോ അങ്ങനത്തെ ഒരു സാധനം കൊണ്ടുവരാനുള്ളതൊരു ഈസി വേ ഔട്ടാണ്. പക്ഷേ കളിയുടെ തുടക്കത്തിൽ നിന്ന് തന്നെ അവർ നല്ലോണം കളിച്ചു. വിയറ്റ്നാം ഒരു ക്വാളിറ്റി ഉള്ള സൈഡാണ്, അത് നമുക്കറിയാം. പക്ഷേ എന്നിരുന്നാലും ഇന്ത്യ ഒരിക്കലും ഒരു 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 പ്രതിരോധത്തിൽ മൊത്തം നിന്നില്ല. ഇന്ത്യയും ബോൾ കിട്ടിയപ്പോഴെല്ലാം നമ്മുടെ പ്ലെയേഴ്സിലേക്കും ഒക്കെ കളി കൊണ്ടുവരാനും നമ്മുടെ പ്ലെയേഴ്സിനെ കളിയിലേക്ക് കൊണ്ടുവരാനൊക്കെ ഉള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു തീർച്ചയായിട്ടും. അപ്പോൾ ഒരിക്കലും നമ്മൾ ഈ ഒരു മത്സരം ഒരു ഡ്രോ പിടിക്കാൻ വേണ്ടി അപ്രോച്ച് ചെയ്ത പോലെ എനിക്ക് തോന്നിയില്ല. അതൊരു വലിയ പോസിറ്റീവ് തന്നെയാണ്. പക്ഷേ ഇനിയുള്ള മത്സരങ്ങളാണ്, ഞാൻ പറഞ്ഞല്ലോ, ഇനിയുള്ള അടുത്ത മത്സരം ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പം ആ ഒരു മത്സരത്തിൽ എന്തായിരിക്കും വാൽവേർഡയുടെ തന്ത്രങ്ങൾ എന്ന് അറിയാൻ ഞാൻ ഭയങ്കര ക്യൂരിയസ് ആണ്. ബിക്കോസ് ഒരു ഹൈലൈൻ ഒക്കെ കളിക്കാൻ പറ്റുമോ ആ ഒരു മത്സരത്തിൽ നിന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ബിക്കോസ് ക്വാളിറ്റി ഓപ്പോസിഷനെയാണ് നമ്മൾ നേരിടാൻ പോകുന്നത്. ഈ ടൂർണമെൻറ്റിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ടീമുകളായിരിക്കും ജപ്പാൻ. അപ്പം ആ ഒരു മത്സരം, ആ ഒരു മാച്ചപ്പിന് വാൽവേർഡെ എങ്ങനെയായിരിക്കും പ്രിപ്പയർ ചെയ്യുന്നതെന്ന് അറിയാൻ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട്. ആൻഡ് ഈ കോച്ചിന് കുറച്ച് സമയം കൊടുത്താൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാനാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് വരാം. ശരിക്കും ഈ മത്സരത്തിൽ നമ്മുടെ ബെസ്റ്റ് പ്ലെയർ ആരായിരുന്നെന്ന് ചോദിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും പാന്തോയ് ചാനുവിൻ്റെ പേര് തന്നെ പറയുള്ളൂ. ശരിക്കും ഒരു പാന്തറിനെ പോലെ ആ ഒരു അജിലിറ്റി ഒക്കെ ഉണ്ടല്ലോ, ലൈനിൽ നിന്ന് ക്വിക്കായിട്ട് വരിക, ബോൾ കളക്ട് ചെയ്യുക, നല്ല 1-2 സൂപ്പർ സേവുകൾ പ്രൊഡ്യൂസ് ചെയ്തു വിയറ്റ്നാം. എപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിയറ്റ്നാം ഇൻ ബിഹൈൻഡ് റണ്ണുകൾ ഒരുപാട് മേക്ക് ചെയ്തെന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ ആദ്യത്തെ ഇൻസ്റ്റൻസിൽ വിയറ്റ്നാം ഒരു റണ്ണ് മേക്ക് ചെയ്തപ്പോൾ ചാനു പെട്ടെന്ന് ലൈനിൽ നിന്ന് തന്നെ ഇറങ്ങി വന്ന് ആ ബോൾ കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു അറ്റംപ്റ്റിൽ വിയറ്റ്നാം അങ്ങനെ തന്നെ ഒരു റണ്ണ് മേക്ക് ചെയ്തു. അത് ഇവൻച്വലി ഓഫ് സൈഡ് ആയിരുന്നു. പക്ഷേ ചാനുവിന് അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പുള്ളിക്കാരി അത് കറക്റ്റ് ആ 1-on-1 സിറ്റുവേഷൻ അടിപൊളി ഒരു സേവിൽ അവരെ ഡിനൈ ചെയ്തു. ആ സേവിന് ശേഷമാണ് അവിടെ ലൈൻസ്മാൻ ഫ്ലാഗ് ഉയർത്തിയത്. ലൈൻസ്മാൻ ഓർ ലൈൻസ് വുമൺ ആരാന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല, ലൈൻസ് വുമൺ ആണെന്ന് തോന്നുന്നു ഫ്ലാഗ് ഉയർത്തിയത്. അപ്പം അതൊക്കെ മികച്ച സേവുകളാണ്. പിന്നെ കൺസീഡ് ചെയ്ത ഗോളിനെ കുറിച്ച് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാരണം അത് അങ്ങനത്തെ ഒരു ഗോളാണ്. ഒന്നും ചെയ്യാനില്ല പുള്ളിക്കാരിക്ക്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു കൺസീഡിങ് ആണത്. പാന്തോയ് ചാനു എന്തുകൊണ്ട് ഇന്ത്യയുടെ അൺഡിസ്പ്യൂട്ടഡ് നമ്പർ 1 ആണെന്ന് ശരിക്കും പ്രൂവ് ചെയ്തൊരു മത്സരമായിട്ടാണ് എനിക്ക് തോന്നിയത്. ചിലപ്പോൾ പുള്ളിക്കാരി അവിടെ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ അതിൽ 1-2 ഗോൾ കൂടുതൽ കൺസീഡും ചെയ്തേനെ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്കും വേണമെങ്കിൽ ഈ കളി പോയേനെ. എന്തായാലും വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള, വളരെ കാം ആയിട്ടുള്ള ഒരു പെർഫോമൻസ്. ചില സമയങ്ങളിൽ പുള്ളിക്കാരി ഒരു സ്വീപ്പർ കീപ്പറിനെയൊക്കെ പോലെ വന്ന് അഡ്വാൻസ് ചെയ്ത് ബോളുകൾ ബാക്കിൽ നിന്ന് പ്ലേ ഔട്ട് ചെയ്യുന്ന സിറ്റുവേഷൻ വരെ നമ്മൾ കണ്ടു അല്ലേ. എന്തായാലും ഒരു ക്വാളിറ്റി ഗോൾ കീപ്പറാണ് നമ്മുടെ, അതിൽ സംശയമൊന്നുമില്ല. അപ്പം എങ്ങനെ നമ്മുടെ ഈ ടൂർണമെന്റ് ഇനി മുന്നോട്ട് പോകുന്നു എന്നുള്ളതിൽ ഈ പ്ലെയറിന്റെ ഒരു വലിയ റോൾ ഉണ്ടാവും, അതിൽ സംശയമൊന്നുമില്ല. ബിക്കോസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇനിയുള്ള മത്സരങ്ങളിൽ നമ്മൾ ഇതിലും കൂടുതൽ പ്രതിരോധത്തിലാവേണ്ട ചില സിറ്റുവേഷനുകൾ വരാം എന്നുള്ളതിലൊരു സംശയമില്ല. അപ്പോൾ തീർച്ചയായിട്ടും പാന്തോയ് ചാനുവിൻ്റെ ആ ഒരു ക്വാളിറ്റി വീണ്ടും നമ്മളെ ആ ഒരു സിറ്റുവേഷനുകളിൽ നിന്നൊക്കെ രക്ഷിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. പുള്ളിക്കാരി ശരിക്കും നല്ലൊരു എഫേർട്ട് തന്നെ പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ അതിന് തീർച്ചയായിട്ടും ക്രെഡിറ്റ് അർഹിക്കുന്നുണ്ട്. ഇനിയാണ് $1 million ക്വസ്റ്റ്യൻ. എന്താണ് ആക്ച്വലി ഇന്ത്യയുടെ സാധ്യതകൾ? ലൈക്ക് ഇന്ത്യക്ക് അടുത്ത വർഷം ബ്രസീലിൽ നടക്കുന്ന ആ വേൾഡ് കപ്പിന് ക്വാളിഫൈ ചെയ്യാനാവുമോ ഇല്ലയോ? ഈ ഒരു മത്സരത്തിന് മുന്നോടിയായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ഡ്രോ നമ്മൾ പിടിച്ചിരുന്നെങ്കിൽ നമ്മൾക്കൊരു വലിയ ചാൻസ് ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. കാരണം നമുക്കറിയാം 6 സ്പോട്ടാണ് ഈ ഒരു ടൂർണമെന്റിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടുള്ളത്. അതായത് ക്വാർട്ടർ ഫൈനലിൽ നമ്മൾ എന്തായാലും കയറണം. 3 ഗ്രൂപ്പുകളുണ്ട് നമുക്കറിയാം. അപ്പോൾ 3 ഗ്രൂപ്പിൽ നിന്നും ടോപ്പ് 2 ടീംസ് ഡയറക്റ്റ് ക്വാർട്ടർ ഫൈനലിൽ കയറും. അപ്പോൾ 6 ടീമായല്ലോ. പിന്നെയുള്ള 2 സ്പോട്ട് ടോപ്പ് 3rd റാങ്കിങ് ഉള്ള ബാക്കി 3 ഗ്രൂപ്പിൽ നിന്നും ഏറ്റവും ബെസ്റ്റായിട്ട് ഫിനിഷ് ചെയ്യുന്ന 2 3rd പ്ലേസ് ടീമുകളാണ് ക്വാർട്ടർ ഫൈനലിലേക്ക് പോവുക. അപ്പം മൊത്തം 8 ടീംസായി. ആ 8 ടീമിൽ ക്വാർട്ടർ ഫൈനലിൽ ജയിക്കുന്ന 4 ടീമുകൾ ഡയറക്റ്റ് ക്വാളിഫൈ ആവും. പിന്നെ ഉള്ള 4 ടീമുകളുണ്ടല്ലോ ക്വാർട്ടർ ഫൈനലിൽ തോക്കുന്നത്, അവർ തമ്മിൽ മത്സരങ്ങൾ കളിക്കും. പക്ഷെ ആ ഒരു പ്ലേ ഓഫ് തോക്കുന്ന 2 ക്വാർട്ടർ ഫൈനലിസ്റ്റ് ഇല്ലേ, അവർക്കും ആക്ച്വലി ഒരു ചാൻസ് ഉണ്ട്. കുറച്ച് ഡിഫിക്കൽട്ടാണ്, കാരണം അവരൊരു ഇന്റർ കോണ്ടിനെന്റൽ ഒരു പ്ലേ ഓഫ് പോലത്തെ മത്സരങ്ങൾ കളിക്കണം. അതായത് ഏഷ്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, ഓഷ്യാന്യ, യൂറോപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ കുറേ ടീമുകൾ ഇൻക്ലൂഡ് ചെയ്തൊരു പ്ലേ ഓഫ് ഉണ്ട്, അത് കളിക്കണം.
അപ്പം ആ ഒരു റൂട്ടിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. പുറത്തുനിന്നുള്ള വേറെ ടീമുകളൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഡിഫിക്കൽട്ടാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും ക്വാർട്ടർ ഫൈനൽ എത്താൻ നമുക്ക് ഒന്നില്ലെങ്കിൽ നമുക്ക് ടോപ്പ് 2ന്റെ ഭാഗമായിട്ട് കയറാം, അല്ലെങ്കിൽ നമുക്ക് തേർഡ് ബെസ്റ്റ് ടീമുകളിൽ ഒരെണ്ണമായിട്ട്, രണ്ടെണ്ണത്തിൽ ഒരെണ്ണമായിട്ട് കയറാം. ഈ ഒരു ഗ്രൂപ്പിന്റെ സിറ്റുവേഷൻ നമുക്ക് അറിയാമല്ലോ. നമ്മളാണ് ഏറ്റവും ലോവസ്റ്റ് റാങ്ക്ഡ് ടീം, 67ാമത്തെ റാങ്കാണ് നമ്മുടെ. നമുക്കിപ്പം നമ്മൾ കളിച്ച വിയറ്റ്നാം 36ാം റാങ്കാണ്. ജപ്പാനുണ്ട് അടുത്ത മത്സരം, വേൾഡ് നമ്പർ 8 ആണ് വുമൻസ് ഫുട്ബോളിൽ. അതുപോലെ തന്നെ ചൈനീസ് തായ്പേ ഉണ്ട്, വേൾഡ് റാങ്കിങ് 40 എന്തോ ആണ് ചൈനീസ് തായ്പേ. ഇനിയുള്ള ഈ 2 മത്സരങ്ങളാണ്. ജപ്പാനായിട്ട് നമുക്കറിയാം ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള മത്സരമായിരിക്കും. ശനിയാഴ്ചയാണ് ആ മാച്ച്. ആ ഒരു മത്സരത്തിൽ എന്താവും എന്നറിയില്ല. ഇപ്പം ഇവിടെ ഒരു പോയിന്റ് നമുക്ക് ലഭിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ചൈനീസ് തായ്പേക്കെതിരെ നമുക്കൊരു നല്ല ചാൻസ് ഉണ്ടായിരുന്നേനെ. ഞാൻ എന്തായാലും ഈ ടീമിനെ ഞാൻ ബാക്ക് ചെയ്തേനെ ചൈനീസ് തായ്പേക്കെതിരെ. കാരണം ഈ ടീം ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും പ്രതികൂലമായ സാഹചര്യങ്ങളിൽ അവരിൽ നിന്നുള്ള എക്സ്പെക്ടേഷനിൽ നിന്നും 1-2 പടി മുകളിലായിരുന്നിട്ടേ ഉള്ളൂ അവരുടെ പെർഫോമൻസുകൾ. അപ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള ഒരു ക്വാളിറ്റി ഉണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു ടീം തന്നെയാണ്, ബാക്ക് ചെയ്യുന്ന ഒരു ടീം തന്നെയാണ്. പക്ഷേ ഈ ഒരു റിസൾട്ട് നമ്മുടെ ഫേവറിൽ പോയില്ല എന്നുള്ളതൊരു വലിയ ചാലഞ്ചാണ്. കാരണം ഇനിയിപ്പോൾ നമ്മൾ ജപ്പാനോട് നമ്മൾ ജയിച്ചില്ലെങ്കിൽ, ഞാൻ ഇപ്പോഴും ജയിച്ചില്ലെങ്കിൽ എന്നാണ് പറയുന്നത്, തോക്കൂന്ന് ഞാൻ പറയുന്നില്ല. കാരണം എനിക്ക് ഈ ടീമിൽ എന്തൊക്കെയോ ഒരു വിശ്വാസമുണ്ട്. ഈ പ്രാവശ്യം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇവർ നമ്മളെ ഒരുപാട് അഭിമാനം കൊള്ളിക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ആ ഒരു മത്സരം നമ്മുടെ ഫേവറിൽ അല്ലെങ്കിൽ പിന്നെ ചൈനീസ് തായ്പേ ആയിട്ട് ജയിക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ. ജയിച്ചാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു സാധ്യതയുള്ളൂ. അപ്പോൾ ആ ഒരു റിസൾട്ടാണ് നമ്മൾ ഇനി നോക്കി കാണേണ്ടിയിരിക്കുന്നത്. കാരണം അതാണ് ഇവിടുത്തെ ക്വാളിഫിക്കേഷൻ സിനാരിയോ. നമുക്ക് ഒരു ജയമെങ്കിലും ഉണ്ടെങ്കിലേ നമുക്കൊരു തേർഡ് ബെസ്റ്റ് ടീമായിട്ട് പോകാനുള്ള ഒരു ബെസ്റ്റ് പോസിബിൾ ചാൻസ് ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. വേറെ കുറേ കാര്യങ്ങൾ നമ്മുടെ ഫേവറിൽ പോകേണ്ടി വരും. പെർസെൻറ്റേജ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഭയങ്കര അൺലൈക്ലി സിനാരിയോ ആണ്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ടീം ആയതുകൊണ്ട് തന്നെ ഇവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇവർക്ക് എന്തും പറ്റും, ഇവരെ കൊണ്ട് ഇത് പറ്റാത്ത കാര്യമൊന്നും അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളെ കൊണ്ട് ലീസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ കളികൾ കാണുക, ഇവരെ സപ്പോർട്ട് ചെയ്യുക, ഇവർക്ക് വേണ്ട ഒരു വിസിബിലിറ്റി കൊടുക്കാൻ ശ്രമിക്കുക. നമുക്ക് അറിയാവുന്നവരോട് പറയുക, നമ്മുടെ ഒരു വുമൻസ് ടീം ഇങ്ങനെ കളിക്കുന്നുണ്ട്, ഇതാണ് സിനാരിയോ, ഇതാണ് ക്വാളിഫിക്കേഷൻ സിനാരിയോ. അവർ തീർച്ചയായിട്ടും അഗെയിൻസ്റ്റ് ദി ഓഡ്സ് ആണ് അവരിവിടെ എത്തിയിരിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ ഫെഡറേഷനൊക്കെ എന്തൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത ആൾക്കാരാണ്, അതിൻ്റെ കീഴിലേക്കാണ് ഇവർ കളിക്കുന്നത്. എന്താണ് ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ടും അവരിങ്ങനെ ഒരു ഗ്ലോബൽ സ്റ്റേജിൽ നമുക്ക് ഇത്രയും വലിയൊരു നമ്മളെ അഭിമാനം കൊള്ളിക്കുന്ന പെർഫോമൻസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ 100% അവർ ആ വിസിബിലിറ്റി അർഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാർ, ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരോട്, ഇന്ത്യൻ ഫുട്ബോളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരോട് തീർച്ചയായിട്ടും പറയുക, ശനിയാഴ്ച അവരടുത്ത മത്സരം ജപ്പാനായിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. വീഡിയോസൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എനിക്ക് പറയാനുള്ള, നിങ്ങൾ വീഡിയോസ് ചെയ്യുക. ഈ ടീമിനെ കുറിച്ചും ഈ ടീമിൻ്റെ പ്ലെയേഴ്സിനെ കുറിച്ചൊക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കുക. ബിക്കോസ് അവർക്ക് ആ ഒരു വിസിബിലിറ്റി വേണം. ഇവരെയൊക്കെ നമ്മൾ ഹീറോസ് ആയിട്ട് കണ്ട് അവരൊക്കെ ആ ഒരു ഇമേജ് നമ്മൾ കൊടുക്കണം. കാരണം ഇവർ ഒരുപാട് പേരെ ഇൻസ്പയർ ചെയ്യും ഇനി വരാനുള്ള. നമ്മുടെ ഒരു ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ നമ്മളെ ബെയർ മിനിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇതൊക്കെയാണ്. ഈ ടീമിനെ ത്രൂ ഔട്ട് ബാക്ക് ചെയ്യുക. എന്ത് തന്നെ ആയിക്കോട്ടെ, റിസൾട്ട് എന്ത് തന്നെ ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞല്ലോ, വേൾഡ് കപ്പ് അടുത്ത കൊല്ലം ക്വാളിഫൈ ചെയ്യുക അതൊന്നും അല്ല. പക്ഷെ അവരിവിടം വരെ എത്തി, അവരിങ്ങനത്തെ ടീമുകളായിട്ട് മുട്ടി നിൽക്കുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ടാലൻ്റ് ഉള്ള ടീമാണിത്. നമുക്കറിയാം ഒരുപാട് യങ് പ്ലേയേഴ്സ് ഉള്ള ടീമാണ്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങളും ഉണ്ട്. നമുക്ക് പുറത്ത് കളിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, മനീഷ കല്യാൺ അറിയാം, അതുപോലെ തന്നെ സൗമ്യ ഉഗുലോത്തൊക്കെ പുറത്ത് ഡൈനാമോ സാഗ്രബിലൊക്കെ കളിച്ചിട്ടുള്ള പ്ലെയറാണ്. എന്നാലും ഒരുപാട് എക്സൈറ്റിംഗ് ടാലൻ്റ് ഉള്ള ടീമാണ്. നമ്മുടെ മലയാളി പ്ലെയർ വരെ ഉണ്ട്, മാളവിക, അങ്ങനെ ഒരുപാട് പേര്, ഷിൽക്കി ദേവി ആണെങ്കിലും ഇപ്പം ഇറങ്ങിയ നോങ്കുറുങ്, റിംപ ഹൽദർ, ഇവരെല്ലാവരും നല്ല ടാലന്റഡ് ആയിട്ടുള്ള യങ് പ്രോസ്പെക്റ്റുകൾ തന്നെയാണ്. മൊത്തത്തിൽ ഇന്ത്യൻ ഫുട്ബോൾ ആകെ കൂടെ വലിയൊരു അൺസർട്ടനിറ്റിയിലും ഒരു വളരെ ദുരന്തം സിറ്റുവേഷനിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഈ ഒരു റേ ഓഫ് സൺഷൈൻ എന്നൊക്കെ പറയില്ലേ, അതാണ് ഈ ഇന്ത്യൻ വിമൻസ് ടീം. അവരെന്ന് പറഞ്ഞാൽ അവർ നൽകുന്നൊരു പ്രതീക്ഷയുണ്ട്. അവരെ നോക്കുമ്പോഴാണ് എനിക്കൊക്കെ എന്തെങ്കിലും ഒരു സന്തോഷം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷ. ഇന്ത്യൻ ഫുട്ബോളിനെ എങ്ങനെയെങ്കിലുമൊക്കെ കാണണം, എങ്ങനെയെങ്കിലും ഒരു നല്ല രീതിയിൽ എത്തുമെന്ന് ഈ ടീമിനെയൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്വമാണ് അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. അത് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും ഈ മത്സരം കണ്ടവരെല്ലാവരും അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അറിയാവുന്നവർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഈ ഒരു ന്യൂസ് അവരിലേക്കും എത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂടുക. ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്, ISL ആയാലും IFL ആയാലും വുമൻസ് ഫുട്ബോൾ ആയാലും ഇന്ത്യൻ നാഷണൽ ഫുട്ബോൾ ആയാലും ഒക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. യു ടേക്ക് കെയർ. ബൈ ഫോർ നൗ.